മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫിഗറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുമായിരുന്നു, 100% ആയിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ അസറ്റ്സിൻ്റെ ടോട്ടലിനെയും ലാബിലിറ്റിയുടെ ടോട്ടലിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, 100% എടുത്തത്. ഓക്കെ ആണല്ലോ, അതാണ് അവരുടെ നമ്മൾ ബേസ് ആയിട്ട് എടുത്ത ഫിഗർ അതാണ്. അതേപോലെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിഗറിന് എന്തായിട്ട് എടുക്കണം, ബേസ് ആയിട്ട് എടുക്കണം. ആ ഫിഗർ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ്. ഓക്കെ, എന്താണ് നെറ്റ് സെയിൽസ്? നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ്സിൻ്റെ ടോട്ടലും അല്ലെങ്കിൽ ലാബിലിറ്റിൻ്റെ ടോട്ടലുമാണ് എന്തായിട്ട് എടുത്തത്, ബേസ് ആയിട്ട് എടുത്ത് അതിനെ 100% എടുത്തു. ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്, നെറ്റ് സെയിൽസ് ആണ്. ഓക്കെ, സെയിൽസ് അല്ല കേട്ടോ, എന്താ എടുക്കേണ്ടത്, നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ മാറിപ്പോകരുത്. ക്വസ്റ്റ്യനിൽ ചിലപ്പം സെയിൽസ് റിട്ടേൺ ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, നെറ്റ് സെയിൽസ് കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 വർഷത്തെ ഫിഗേഴ്സാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മളിതിവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഇൻകം ടാക്സ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലല്ല ഇത് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് അത് മാറ്റുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് സെയിൽസ് കിട്ടും. ദെൻ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ്. അപ്പം സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഹെഡിങ് കൊടുക്കുക, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് 5 കോളം വേണം, പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്. അതേപോലെ 2025 ഒരു കോളം, 2026 മറ്റൊരു കോളം. അതിൽ എമൗണ്ടും പെർസെൻറ്റേജ് ഓഫ് സെയിൽസും കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെയിൽസ് എടുക്കാം. 2025 എത്രയാണ് സെയിൽസ് വരുന്നത്, 10,50,000. അത് നമ്മളവിടെ എഴുതി. ദെൻ നമുക്ക് റിട്ടേൺ ഉണ്ട്. നമ്മളെന്താ പറഞ്ഞാൽ നെറ്റ് സെയിൽസ് ആണ് നമുക്ക് വേണ്ടത് അല്ല ആദ്യമായിട്ട്. അപ്പം റിട്ടേൺ കുറയ്ക്കുക, 50,000 റിട്ടേൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നെറ്റ് സെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നെറ്റ് സെയിൽസ് എത്ര കിട്ടി, 10,00,000 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ് സെയിൽസിനാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ബേസ് ആയിട്ട് എടുക്കേണ്ടത്, അതായത് 100% എടുക്കേണ്ടത്. അപ്പം നെറ്റ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയായി, 100%. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൊടുത്തിട്ടുണ്ട്, എത്രയാണ്, 7,50,000. 7,50,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം ഈ 7,50,000 10 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. 7,50,000 10,00,000 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. എത്ര പെർസെൻറ്റേജ് ആണ്, 75% ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇപ്പം നെറ്റ് സെയിൽസ് കിട്ടി, ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നെറ്റ് സെയിൽസ് എത്രയാണ്, 10,00,000 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 7,50,000. മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2,80,000 കിട്ടും. പിന്നെ അതേപോലെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് കോളം നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 100 - 75 = 25%. ഓക്കെ, ദെൻ നമ്മളെന്ത് മൈനസ് ചെയ്യണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യണം. നമുക്കിവിടെ 2 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് മൈനസ് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണ്, 60,000. അപ്പം 60,000 ഡിവൈഡഡ് ബൈ 10 lakh × 100 = 6%. ഓക്കെ ആണല്ലോ? ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്, 40,000. അതിൻ്റെ നമ്മൾ പെർസെൻറ്റേജ് കാണണം. ഏതിൻ്റെ മുകളിലുള്ള പെർസെൻറ്റേജാണ് കാണേണ്ടത്, നെറ്റ് സെയിൽസിൻ്റെ മുകളിലുള്ള പെർസെൻറ്റേജ് ആണ്. 40,000 ഡിവൈഡഡ് ബൈ 10 lakh × 100 = 4%. അത് നമ്മളിവിടെ എഴുതാം. അപ്പോൾ ഈ 2 എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കിട്ടും. എത്രയാണ് കിട്ടുന്നത്, 60,000 + 40,000 10,00,000. അതേപോലെ 6% + 4% 10. ഇനി നമുക്ക് എന്ത് കാണാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്താൽ മതി, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന്
ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 2,50,000 രൂപ. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യാം? 1,00,000 രൂപ മൈനസ് ചെയ്യാം. എത്രയാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത്? 1,50,000 രൂപ. ഇനി ഈ 1,50,000 പെർസെൻറ്റേജ് കാണണം അല്ലേ? 1,50,000 ഡിവൈഡഡ് ബൈ 10,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 15%. ഓക്കെ ആണല്ലോ. ഇനി അതർ എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളുണ്ട്, അത് മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നത്. യെസ്. അപ്പോൾ ഇവിടെ അതർ എക്സ്പെൻസ് എത്രയാണ്? 10,000 രൂപയാണ്. അപ്പോൾ 10,000 10,00,000 എത്ര ശതമാനമാണ്? 1%. അതാണ് ഇവിടെ 1% കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,50,000 നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? അതർ എക്സ്പെൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് ചെയ്യാം. 10,000 മൈനസ് ചെയ്ത് കിട്ടും 1,40,000. ഓക്കെ ആണല്ലോ. ദെൻ ഈ 1,40,000 നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? ഇൻകം ടാക്സ് മൈനസ് ചെയ്യണം. ഇൻകം ടാക്സിൻ്റെ എമൗണ്ട് 15,000 ആണ്. പെർസെൻറ്റേജ് എത്ര വരിക? 1.50. അപ്പം ഇൻകം ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് മൈനസ് ചെയ്യുന്നതിന് മുമ്പിലുള്ള ഫിഗർ 1,40,000 ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ PBT, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് നമുക്ക് ടാക്സ് മൈനസ് ചെയ്ത് കിട്ടും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്ന എത്രയാണ്? 1,25,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് 12.50. അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയാം. 1,25,000 ഡിവൈഡഡ് ബൈ 10,00,000 ഇൻറ്റു 100. അപ്പോൾ 2025 നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ എവിടെയും ചെയ്യാം, 2026 ചെയ്യാം. നമുക്ക് സെയിൽസ് വന്ന എത്രയാണ്? 16,75,000 രൂപയാണ്. അതിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യാം 75,000. എത്ര കിട്ടും? നെറ്റ് സെയിൽസ് 16,00,000 കിട്ടും. ആ 16,00,000 നമ്മൾ എന്തായിട്ട് എടുക്കണം? ബേസ് ആയിട്ട് എടുക്കാം, 100% എടുക്കാം. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണ്? 10,00,000 അല്ലേ? അപ്പം 10,00,000 ഡിവൈഡഡ് ബൈ 16,00,000 ഇൻറ്റു 100 എത്ര വരും? 62.50. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാണാം. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൊണ്ട് മൈനസ് ചെയ്യാം. 16,00,000 10,00,000 മൈനസ് എത്ര കിട്ടും? 6,00,000. അപ്പം 100 62.50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 37.50. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ 1,60,000. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്? 80,000 വരും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,40,000. ഓക്കെ ആണല്ലോ. യെസ്. അപ്പം 1,60,000 പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10, അതായത് 1,60,000 ഡിവൈഡ് ബൈ 16,00,000 ഇൻറ്റു 100 10 കിട്ടും. അതേപോലെ 80,000 ഡിവൈഡ് ബൈ 16,00,000 ഇൻറ്റു 100 ഇത് എന്ത് കിട്ടും? 5 കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 6,00,000 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയായിരുന്നു? 2,40,000 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ്? 3,60,000. അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് 22.50. ദെൻ നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. ഏതാ വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോണാണ്. 30,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3,30,000. അത് നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. 3,30,000 ഡിവൈഡ് ബൈ 16 lakh ഇൻറ്റു 100 20.62 വരും. ഓക്കെ അല്ലേ? ദെൻ ഇൻകം ടാക്സ് മൈനസ്. ഇൻകം ടാക്സ് എത്രയാണ്? 40,000 ആണ്. മൈനസ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും 2,90,000. പെർസെൻറ്റേജ് വരുന്നത് 18.12. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മളെ ബേസ് എടുക്കുന്നത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അവിടെ ബേസ് ആയിട്ട് എടുക്കേണ്ട എന്താണ്? അസറ്റ്സിൻ്റെ ടോട്ടൽ എന്തായിട്ട് എടുക്കുക? 100% എടുക്കുക. അസറ്റ്സിൻ്റെ ഫിഗേഴ്സൊക്കെ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റിൻ്റെ ബേസ് ആയിട്ട് എന്താ എടുക്കുക? ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി എടുക്കുക. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അവിടെ എന്താ എടുക്കേണ്ടത്? നെറ്റ് സെയിൽസ് ആണ്. സെയിൽസ് അല്ല, നെറ്റ് സെയിൽസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ.